ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഇന്ന് പോർട്ട്മെയിൻ എന്ന ഗ്രാമത്തിലെ ഒരു കുന്നിൽ അവിടെ ഉണ്ടായിരുന്ന 4 കുട്ടികൾക്ക് അമ്മ പ്രത്യക്ഷപ്പെട്ടതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഫ്രാൻസിലെ പോർട്ട്മെയിൻ എന്ന പ്രദേശത്ത് പ്രത്യക്ഷപ്പെട്ടതുകൊണ്ട് പോർട്ട്മെയിനിലെ അമ്മ എന്നാണ് ഈ അമ്മ അറിയപ്പെടുന്നത്. അവിടെ ഉണ്ടായിരുന്ന യൂജിൻ, ജോസഫ്, ഫ്രാൻസ്വാസ്, ജീൻ മേരി എന്നീ 4 കുട്ടികൾക്ക് പരിശുദ്ധ അമ്മ 1871 ജാനുവരി 17 പ്രത്യക്ഷപ്പെടുകയുണ്ടായി. ഈ 4 കുട്ടികൾ മാത്രമായിരുന്നില്ല, വേറെ അവരുടെ മാതാപിതാക്കളും അവരുടെ അധ്യാപകരും മറ്റ് മുതിർന്ന ആളുകളുമൊക്കെ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നെങ്കിൽ ഈ 4 കുട്ടികൾക്കാണ് പരിശുദ്ധ അമ്മയെ കൃത്യമായി ദർശിക്കാൻ സാധിച്ചത്. ആകാശത്ത് വ്യത്യസ്തമായ ചില അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് ഉണ്ടായെങ്കിലും ഈ 4 കുട്ടികൾക്കാണ് പരിശുദ്ധ അമ്മയെ കൃത്യമായി ദർശിക്കാൻ സാധിച്ചത്. അമ്മയുടെ രൂപത്തിന് മറ്റ് രൂപങ്ങളിൽ നിന്നൊക്കെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നത് അമ്മയുടെ കാലിൻ്റെ ആ ഭാഗത്ത് നിന്ന് താഴേക്ക് ഒരു ബാനർ ഇങ്ങനെ താഴത്തേക്ക് തൂക്കിയിട്ടിരിക്കുന്നത് പോലെ അവർക്ക് കാണാനിടയായി. വെറുതെ ഒരു ബാനർ ആയിരുന്നില്ല, മറിച്ച് അതിൽ സുന്ദരമായ ഒരു കാര്യം എഴുതി വച്ചിരുന്നു: പ്രാർത്ഥിക്കുവിൻ എൻ്റെ മക്കളെ, ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. ഈ ഒരു പ്രാർത്ഥനയ്ക്ക് അല്ലെങ്കിൽ ഈ ഒരു ബാനറിൽ ഇങ്ങനെ ഒരു ആഹ്വാനം എഴുതി വെച്ചതുകൊണ്ട് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എന്ന് ഇവിടെ ഇരുന്ന് നാം ചിന്തിക്കുമ്പോൾ വലിയ പ്രത്യേകതയൊന്നും കാണത്തില്ല. പക്ഷേ ആ ഒരു കാലഘട്ടത്തിൽ 1870 ഫ്രാൻസിനെ പ്രഷ്യ എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു കാലഘട്ടം നോക്കിയാൽ ജർമ്മനിയിലെ ഒരു ഭാഗം, ശക്തമായ ആയുധധാരികളായ ജർമ്മൻ പട ഇവരുടെ നേർക്ക് ആക്രമണത്തിന് കടന്നു വരികയാണ്. അങ്ങനെ ഫ്രാൻസിലെ ഓരോ പ്രദേശങ്ങളും ഇങ്ങനെ വെട്ടിപ്പിടിച്ച് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഫ്രാൻസിലെ ആളുകൾക്കൊക്കെ ആദിയായിരുന്നു. ഇനി അവർക്ക് ജീവനില്ല, ജീവിച്ചാൽ തന്നെ ഒരടിമകളെ പോലെ ജീവിക്കേണ്ടി വരും എന്നിങ്ങനെയുള്ള ഭാവങ്ങളിലൂടെയൊക്കെ കടന്നു വന്ന് ഒരുപാട് അസ്വസ്ഥതകൾ ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പരിശുദ്ധ അമ്മ ഇങ്ങനെ ഒരു പ്രഖ്യാപനവുമായി ഈ 4 കുട്ടികളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. പ്രിയമുള്ളവരെ, ഈ പോർട്ട്മെയിൻ എന്ന് പറയുന്നത് ചെറിയൊരു പ്രദേശമാണ്, അറിയപ്പെടാത്ത ഒരു ചെറിയൊരു ഗ്രാമപ്രദേശം. ആ ഗ്രാമപ്രദേശത്തോട് അടുക്കാണ് ഈ പ്രഷ്യൻ പട. ഈ പ്രഷ്യൻ പട അടുത്തത് ആക്രമിക്കാൻ പോകുന്നത് ഈ ഒരു കൊച്ചു ഗ്രാമമാണ്. സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് പരിശുദ്ധ അമ്മ ഇവർക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുന്നത്: മക്കളെ, പ്രാർത്ഥിക്കുവേൻ, നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുക. പ്രിയമുള്ളവരെ, അവർക്കൊന്നുമില്ല മുമ്പിൽ, അവരുടെ കയ്യിലൊന്നുമില്ല, ആയുധമില്ല, സമ്പത്തില്ല, പ്രാണൻ ഏതാണ്ടൊരു നഷ്ടപ്പെട്ട രീതിയിലാണ്. സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്ത് അമ്മയുടെ ഈ ഒരു ആഹ്വാനം അവരുടെ ജീവിതത്തിന് നൽകിയ ഒരു പ്രതീക്ഷയുണ്ട്. പ്രിയമുള്ളവരെ, ആ ഒരു കുന്നിൻ ചെരുവിൽ അവർ സാധിക്കുന്നവരൊക്കെ ഒരുമിച്ച് കൂടി ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, ചരിത്രം പറയുന്നത് ഇങ്ങനെയാണ്: ആ കുന്ന് അല്ലെങ്കിൽ ആ ഒരു കൊച്ചു ഗ്രാമം പിടിച്ചെടുക്കുവാൻ ഏതാനും നിമിഷങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഈ പ്രഷ്യൻ സൈന്യം തൽക്കാലത്തേക്ക് യുദ്ധം അവസാനിപ്പിച്ച് 1-2 ദിവസം കഴിഞ്ഞപ്പോൾ എന്നേക്കുമായി യുദ്ധം അവസാനിപ്പിച്ച് സമാധാന കരാർ എഴുതി അവിടെ നിന്ന് തിരിച്ചു പോരുന്നതിന് മുമ്പ് ഈ യുദ്ധത്തിന് നേതൃത്വം നൽകിയ സേനാധിപൻ പറയുകയുണ്ടായി: ഞങ്ങൾക്ക് ആ ഒരു കൊച്ചു പ്രദേശത്തെത്തിയപ്പോൾ എന്തോ ഒരു ശക്തി ഞങ്ങളെ ഇങ്ങനെ തടഞ്ഞു നിർത്തുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നിയെന്ന് പറയും. പ്രിയമുള്ളവരെ, ഇത് കേട്ട അവിടെയുള്ളവർക്കൊക്കെ ഈ പറഞ്ഞവന് വ്യക്തമായിരുന്നില്ല എന്തോ ഒരു ശക്തി എന്നാണ് പറയുന്നത്. പക്ഷെ കേട്ടവർക്കൊക്കെ അത് വ്യക്തമായിരുന്നു. അത് വേറെ ആരുമല്ല, പരിശുദ്ധ അമ്മയാണ്. പ്രിയമുള്ളവരെ, സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് മരണത്തിൻ്റെ വക്കിൽ അവർ മുറുകെ പിടിച്ചത് അമ്മയായിരുന്നു. അമ്മയിലൂടെ അവർ അവരുടെ ജീവനെ സ്വന്തമാക്കിയെടുക്കുകയായിരുന്നു. സകലതും നഷ്ടപ്പെട്ട് ഇനി ഒന്നും പ്രതീക്ഷിക്കാനില്ല, മരണം മാത്രമാണ് മുന്നിലുള്ളത് എന്ന് ഉറപ്പാക്കി അവർ ആകെ ആശ്രയിച്ചത് വിശ്വാസത്തോടു കൂടെ അമ്മയുടെ മുമ്പിലാണ്. ആ ആശ്രയം വെറുതെ ആയില്ല. അമ്മ അവരെ വളരെ കരുതലോടെ സംരക്ഷിച്ചു എന്നാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നമ്മുടെ ഇടയിലേക്ക് ദൈവീക സാന്നിധ്യം കടന്നു വരും എന്നതിൽ യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട എന്നതിൻ്റെ ഉദാത്തമായ ഉദാഹരണമാണ് ഈ പോർട്ട്മെയിനിലെ പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കുന്നത്.
ആയതിനാൽ പ്രിയമുള്ളവരെ, സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് ഇനി എന്ത്, ഇനി എങ്ങോട്ട്, ഇനി എങ്ങനെ എന്നീ ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരവുമില്ലാതെ അന്തം വിട്ട് പകച്ചു നിൽക്കുന്നവർക്ക് ഇതാ അമ്മ യഥാർത്ഥ ഉത്തരമായി നമ്മുടെ മുമ്പിൽ നിൽക്കുക. അമ്മയിലൂടെ പുത്രനിലേക്ക് നമുക്ക് നടന്നെടുക്കാൻ സാധിക്കും. പരിശുദ്ധ അമ്മേ, എന്നെ അതിന് നീ തന്നെ വഴിയൊരുക്കണമേ എന്ന പ്രതീക്ഷയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടക്കാം, കരങ്ങൾ കൂപ്പാം. കാരുണ്യവാനായ കർത്താവേ, ചില സമയത്തൊക്കെ വല്ലാതെ ഒറ്റപ്പെട്ടു പോകുന്ന, ഇനി മുന്നോട്ട് സഞ്ചരിക്കാൻ എന്നെക്കൊണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ച് ജീവിച്ചു പോകുന്ന നിമിഷങ്ങളെയൊക്കെ അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. അമ്മേ മാതാവേ, കാവലായി കരുതലായി കൂടെ നിന്ന് എന്നെയും കൊണ്ട് നിൻ്റെ മകൻ്റെ അടുക്കലേക്ക് സന്തോഷത്തോടുകൂടെ സഞ്ചരിക്കുവാനും ആ സഞ്ചാരം പ്രത്യാശയോടുകൂടെ മുന്നോട്ട് കൊണ്ടുപോകുവാനും ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.